നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി VD സതീശനെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം. ജില്ലയിൽ സംഘടനയെ നയിക്കാൻ പുതു നേതൃനിര എത്തിയേക്കും. പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. 35 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ പിടികൂടിയത് സാഹസികമായി. ചാവക്കാട് മേഖലയിൽ വിറ്റഴിക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ. വടക്കാഞ്ചേരിയിൽ എത്ര കെഞ്ചിയിട്ടും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ സ്വകാര്യ ബസ് കണ്ടക്ടർ. നിരാശയോടെ കൈകൂപ്പി വിദ്യാർത്ഥി. ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് AAFC. ജില്ലയിൽ വ്യാജക്കള്ളൊഴുകുന്നു. രാസവസ്തു കലർത്തിയ കള്ള് വിറ്റ ഷാപ്പിനെതിരെ നടപടിയില്ല. കള്ളിൽ കലർത്തിയത് മാരക രാസവസ്തുവായ ഫിനോഫ്തലിൻ. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കിയ സമയത്താണ് ഇടിമിന്നലേറ്റത്. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്ന് അർജന്റീനയും ഫ്രാൻസും. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന അൾജീരിയയെ തകർത്തു. വരവറിയിച്ച് ഫ്രാൻസ്. വാർത്തകളിലേക്ക് വിശദമായി. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. സമ്മേളന നഗരിയായ സ്കൈ ഇന്റർനാഷണൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് എന്നിവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി VD സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും AA റഹീം പറഞ്ഞു. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് സാധാരണ സർവീസുകളിൽ മാത്രമാക്കി ഒതുക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ എതിർത്ത കോൺഗ്രസും ലീഗും അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് പ്രായോഗികമല്ലെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നതായും റഹീം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദിയുടെ പേരാണ് VD സതീശൻ. PM ശ്രീ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു PM ശ്രീ തുടരും, പിന്നെ ഒരു ഉപസമിതിയും വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. PM ശ്രീയുടെ സ്കൂളുകളുടെ പട്ടിക എന്തോ തയ്യാറാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വാർത്ത. കേരളത്തിൽ എന്തോരം വാഹനമാണ് തല്ലിപ്പൊട്ടിച്ചത് KSUക്കാർ, MSFകാർ, ലീഗുകാർ, കോൺഗ്രസ്സുകാർ. മുൻ സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക സാധ്യമല്ല, പ്രായോഗികമായത് പറ്റില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ലളിതമായൊരു ചോദ്യം, പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചതെന്ന്? ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, വൈസ് പ്രസിഡന്റുമാരായ M വിജിൻ MLA, ശ്യാം പ്രസാദ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, PN സുരേന്ദ്രൻ, KM അഷ്റഫ്, S ബസന്ത്ലാൽ, KA റിയാസുദ്ദീൻ, ജിഷ്ണു സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 400ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം സംഘടനയ്ക്കുള്ളിൽ തിരുത്തൽ നടപടികൾക്ക് തുടക്കമിടും. സമ്മേളനത്തിനൊടുവിൽ സംഘടനയെ നയിക്കാൻ പൊതു നേതൃനിര എത്തിയേക്കും. 2022 ഏപ്രിലിൽ മണ്ണൂത്തിയിൽ നടന്ന കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ RL ശ്രീലാൽ പ്രസിഡന്റും NV വൈശാഖൻ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് വൈശാഖന് പദവിയൊഴിയേണ്ടി വന്നു. പാർട്ടിയുടെ അച്ചടക്ക നടപടിയും ഏറ്റുവാങ്ങി. വൈശാഖിന് പിന്നാലെ സെക്രട്ടറിയായ സ്ഥാനമേറ്റ VP ശരത് പ്രസാദിനും അധികകാലം തുടരാനായില്ല. പാർട്ടി നേതാക്കൾക്കെതിരെ സംസാരിച്ചതിന്റെ ശബ്ദരേഖ പുറത്തുവന്നതോടെ കഴിഞ്ഞ വർഷം ജൂണിൽ ശരത് പ്രസാദിനെ മാറ്റി. KS റോസൽ രാജാണ് പകരം സെക്രട്ടറിയായത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷമുള്ള 4 വർഷവും ജില്ലയിലെ ഡിവൈഎഫ്ഐയെ വിവാദങ്ങൾ ഏറെ പൊതിഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനായുള്ള വസ്തു ഇടപാടിനെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ പുകഞ്ഞു തന്നെ നിൽക്കുന്നു. കെട്ടിടം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടുമില്ല. ജില്ലയിൽ CPMനെ ബാധിച്ച വിവാദങ്ങൾ ഡിവൈഎഫ്ഐയിലും പ്രതിഫലിച്ചു. കാര്യമായ പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജില്ലാതല നേതാക്കളിൽ പലരും പരാജയമറിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജന സംഘടനയുടെ പ്രവർത്തനത്തിൽ പാർട്ടി നേതൃത്വത്തിനും തൃപ്തിയുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പൊതിച്ചോറ് വിതരണം മാത്രം മികവായി തുടർന്നു. എന്തായാലും വരാനിരിക്കുന്ന നാളുകളിൽ ഡിവൈഎഫ്ഐയുടെ സമരോത്സുകത വീണ്ടെടുക്കുക എന്ന ദൗത്യമാണ് ജില്ലാ സമ്മേളനത്തിന് മുന്നിലുള്ളത്. TCV തൃശൂർ.
പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. 35 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയേടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെ എത്തിയ പോലീസ് വാഹനത്തിൽ തങ്ങളുടെ കാറിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. കഞ്ചാവ് കടത്തു സംഘത്തെ പോലീസ് പിടികൂടിയത് സാഹസികമായി. ചാവക്കാട് മേഖലയിൽ വിറ്റഴിക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ. മയക്കുമരുന്ന് വേട്ട തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖും വ്യക്തമാക്കി. തൃശൂർ ജില്ല മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി മാറുകയാണോ? ഏറ്റവും ഒടുവിൽ 38 കിലോ കഞ്ചാവാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെ കുന്നംകുളം പോലീസ് പിടികൂടിയത്. സമയം പുലർച്ചെ 3:30. കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നു. പോലീസ് ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരിയിൽ കാത്തു നിൽക്കുന്നു. ഇത് കുന്നംകുളം പോലീസിന്റെ ജീപ്പാണ്. ഈ പോലീസ് ജീപ്പാണ് ചേസ് ചെയ്ത് പ്രതികളെ പിടികൂടിയത്. 2 പേരാണ് ഉണ്ടായിരുന്നത്, സനലും മുബഷീറും. ഈ 2 പേരും നേരത്തെ മയക്കുമരുന്ന് കേസിൽ പ്രതികളുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവർ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് ഇവർക്കായി വലവിരിക്കുകയായിരുന്നു. വിവരം സത്യമാണെന്ന് പുലർച്ചെ മനസ്സിലാവുകയും ചെയ്തു. ഈ സ്വിഫ്റ്റ് കാറിലാണ് KL 48T4401 എന്ന നമ്പറുള്ള ഈ സ്വിഫ്റ്റ് കാറിലാണ് കഞ്ചാവ് കടത്തിയത്. ചാക്കുകളിലായി സീറ്റുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് പിന്തുടർന്നപ്പോൾ അതിവേഗതയിൽ തന്നെ ഇവർ മുന്നോട്ട് കുതിച്ചു. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി കുതിച്ചപ്പോൾ അതീവ സാഹസികമായാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഏറ്റവും ഈ വിപണിയിൽ വലിയ മതിപ്പുള്ള, വലിയ ആവശ്യക്കാരുള്ള കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 കിലോയ്ക്ക് അടുത്ത് തൂക്കമുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പല തവണയായി ഇവർ നേരത്തെയും മയക്കുമരുന്ന് എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞു, പല കഞ്ചാവുകളും എണ്ണ വാറ്റിയതിന് ശേഷം, അതിൻ്റെ എണ്ണ നീക്കിയതിന് ശേഷമുള്ള, ഓയിൽ നീക്കിയതിന് ശേഷമുള്ള കഞ്ചാവ് വിപണിയിലെത്തുന്നു എന്നുള്ളത്. എന്നാൽ ഇത് അതുപോലെയുള്ളതല്ല. വിപണിയിൽ വലിയ വിലയും മതിപ്പുമുള്ള കഞ്ചാവാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ കൊണ്ടുവന്ന് കഞ്ചാവ് തൂക്കം നോക്കി ചാക്കിലാക്കി കെട്ടിവെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. ഈ ഡ്രഗ്സിൻ്റെ ബിസിനസ് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. ബിക്കോസ് ഇതിൻ്റെ ഈ പ്രോഫിറ്റ് മാർജിൻ ഇപ്പം നമ്മൾ ഇന്ന് പിടിച്ച ഗാഞ്ച ഏകദേശം ഒരു 38 കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കേരള വന്ന ശേഷം അത് ഏകദേശം ഡബിൾ ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ പീപ്പിൾ ആർ ഡൂയിങ് ഇൻ ടു ദിസ്. പിന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർക്ക് ഇതിനെ ഒന്നും ഇത് നോക്കാതെ അവരെപ്പോഴും രക്ഷപ്പെട്ടും അത് ഒരു അതിൻ്റെ ടെൻഡൻസിയിലാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കമ്മിങ്. ഓരോ കണ്ണുകളെ നമ്മൾ പൊട്ടിക്കുമ്പോഴും മറ്റു കണ്ണുകൾ പിടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തൂഫാൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും? അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് മേജർ പാർട്ട് എന്താണ്, നമുക്ക് ഓരോ ക്രിമിനൽസോ ഇല്ലെങ്കിൽ ഒരു ക്യാച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാക്യൂമിൽ അടുത്ത ടീം വരുന്നുണ്ട്. നമുക്ക് ഇതുണ്ടാകുന്ന രണ്ടാമത്തെ ബോധവൽക്കരണമാണ്. ബിക്കോസ് നമുക്ക് സോഴ്സ് സൈഡും അതിൻ്റെ കൺസംഷൻ സൈഡും നിർത്തേണ്ടതാണ്. സോ മേജറായിട്ട് നമുക്ക് കൺസംഷൻ സൈഡ് നോക്കിയിട്ട് കൺസംഷൻ സൈഡുള്ള ആൾക്കാർ നമ്മൾ ബോധവൽക്കരണം ചെയ്തിട്ട് വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്സ് കൺസംഷൻ. സോ വെൻ ദ കൺസംഷൻ വിൽ എൻഡ്, ദ ഓട്ടോമാറ്റിക്കലി സപ്ലൈ വിൽ ഓൾസോ സ്റ്റോപ്പ്. സോ അവർ ആക്ഷൻ ഈസ് എ മൾട്ടിപ്രോൺ സ്ട്രാറ്റജിയാണ്. നമുക്ക് സോഴ്സും നിർത്തണം, അതിൻ്റെ കൂടി ഇവിടുത്തെ കൺസംഷനും നിർത്തേണ്ടതാണ്. എന്തായാലും വേട്ട തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ വേട്ടയിലാണ് 40 കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടിയത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാൻ സാധിക്കും. വാഹനം ഓടിച്ചിരുന്നവർ പോലീസ് ജീപ്പിൽ ഇടിക്കാൻ ശ്രമിച്ചു, മറ്റു വാഹനങ്ങളിൽ ഇടിക്കാൻ ശ്രമിച്ചു. അതീവ സാഹസികമായാണ് പിടികൂടിയത്. എന്തായാലും മയക്കുമരുന്ന് വേട്ട തുടരുക തന്നെ വേണം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ചെറുതുരുത്തിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 37 ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. വട്ടപ്പറമ്പിൽ വീട്ടിൽ അൻസാർ അലിയാണ് അറസ്റ്റിലായത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത്, അഭിജിത്ത്, കാവ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടന്നൂർ കേന്ദ്രീകരിച്ച് നടത്തിയ എക്സൈസ് റെയ്ഡിൽ ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. രാജീവ് കുമാറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 12 ലിറ്റർ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ PS സിജൽ, CEOമാരായ ബിനീഷ്, വൈഷ്ണവ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ തടഞ്ഞ സ്വകാര്യ ബസ് കണ്ടക്ടർ. വീട്ടിൽ പോകണമെന്ന് കൈകൂപ്പി പറഞ്ഞിട്ടും ഇയാൾ വിദ്യാർത്ഥികളെ തടയുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിനരികിൽ വരിയായി കാത്തുനിൽക്കുന്നു.
എന്നാൽ വിരലിലെണ്ണാവുന്ന കുട്ടികളെ മാത്രം കയറ്റിയ കണ്ടക്ടർ കൂടുതൽ പേരെ കയറ്റാനാകില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. കണ്ടക്ടറോട് ബസ്സിൽ കയറാൻ അനുവാദം തേടുന്ന വിദ്യാർത്ഥി ഒടുവിൽ കൈകൂപ്പി പിൻവാങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിനിടെ കണ്ടക്ടറോട് സംസാരിക്കുന്ന ഒരു വനിതയും ദൃശ്യങ്ങളിലുണ്ട്. സംസ്ഥാനത്ത് വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നടപ്പാക്കിയതിനു പുറകെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളോടുള്ള ഈ കടുംപിടുത്തം. TCV ന്യൂസ്, തൃശൂർ. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ മോശമായി പെരുമാറിയ കണ്ടക്ടർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് AISF നേതാക്കൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം ഹനിക്കപ്പെടുമ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിഷ്ക്രിയമായി നിൽക്കുന്നതും ബസ് ഉടമകൾക്ക് ഒത്താശ ചെയ്യുന്നതും വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും AISF നേതാക്കൾ വ്യക്തമാക്കി. ജില്ലയിൽ വ്യാജക്കള്ളൊഴുകുന്നു. രാസവസ്തു കലർത്തിയ കള്ള് വിറ്റ ഷാപ്പിനെതിരെ നടപടിയില്ല. കള്ളിൽ കലർത്തിയത് മാരക രാസവസ്തുവായ ഫിനോഫ്തലിൻ. ജില്ലയിൽ വ്യാപകമായി വ്യാജക്കള്ള് വിപണിയിലെത്തുന്നു എന്ന വാർത്തയാണ് TCVക്ക് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം ജില്ലയിൽ എത്രമാത്രം കള്ള് ഉൽപ്പാദനമുണ്ടെന്ന്. പറയുന്നത് പാലക്കാട് ചിറ്റൂരിൽ നിന്നും ജില്ലയിൽ കള്ള് എത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ചിറ്റൂരിൽ നിന്നും എത്രമാത്രം കള്ള് ജില്ലയിൽ എത്തിക്കുന്നു, പകരം വ്യാജക്കള്ള് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് തെളിവ് സഹിതമാണ് TCV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അന്തിക്കാട് റേഞ്ചിന് കീഴിലുള്ള പുറനാട്ടുകരയിലെ ചന്ത എന്ന ഷാപ്പിന് മുന്നിലാണ്. ഈ ഷാപ്പ് ഇപ്പോൾ തുറന്നിട്ടില്ല, രാവിലെയാണ് സമയം. ഇവിടെ ബോർഡ് ഉണ്ടാവാറുണ്ട്. ഈ ഷാപ്പിൽ നിന്ന് കള്ള് പരിശോധനയ്ക്കെടുത്ത് എക്സൈസ് എറണാകുളം കാക്കനാടുള്ള ലാബിലേക്ക് അയച്ചപ്പോൾ ഈ കള്ളിൽ ഫിനോഫ്തലിൻ എന്ന മാരക രാസവസ്തു കണ്ടെത്തിയിരുന്നു. എന്താണ് ഫിനോഫ്തലിൻ? പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള രാസവസ്തുവാണ് ഈ ഫിനോഫ്തലിൻ. വ്യാജക്കള്ളുണ്ടാക്കുമ്പോൾ പഴയ കള്ളും സ്പിരിറ്റും ചില രാസവസ്തുക്കളും ചേർത്ത് വ്യാജക്കള്ളുണ്ടാക്കുമ്പോൾ ഈ കള്ളിൻ്റെ രുചിവ്യത്യാസം അറിയാതിരിക്കാനാണ് ഫിനോഫ്തലിൻ ചേർക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 28-ന് കാക്കനാടുള്ള റീജിയണൽ ലാബറട്ടറിയിൽ നിന്ന് ജില്ലാ എക്സൈസ് ആസ്ഥാനത്തേക്ക് റിസൾട്ട് കൈമാറുകയുണ്ടായി. ഇതാണ് ആ റിസൾട്ട്. മാരകമായ ഫിനോഫ്തലിൻ അതിലുണ്ട് എന്ന് പറയുന്ന ആ റിസൾട്ട് കയ്യിൽ കിട്ടിയിട്ടും ഇപ്പോഴും ഈ ഷാപ്പ് പ്രവർത്തിക്കുന്നു. ഷാപ്പിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ ലൈസൻസിന് കീഴിൽ തന്നെ ജില്ലയിൽ നിരവധി കള്ള് ഷാപ്പുകളുണ്ട്. ഈ കള്ള് ഷാപ്പുകളെല്ലാം ഈ കള്ള് തന്നെയായിരിക്കും എത്തുക. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ നിരവധി ആളുകളാണ് കള്ള് കഴിക്കാനെത്തുന്നത്. ഇപ്പോൾ കള്ളും ഭക്ഷണവും കഴിക്കാൻ കുടുംബങ്ങളും ഷാപ്പുകളെ തേടിയെത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെയാണ് ഈ ഷാപ്പുകളിൽ നിന്ന് കള്ളു കുടിക്കുമ്പോൾ നിങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നത്. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ ഇരിക്കുക. എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയില്ല എന്ന് പറയുമ്പോൾ അവിശുദ്ധ ബന്ധം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയായിരിക്കാം. എന്തായാലും ഈ വിഷക്കള്ള് ജില്ലയിൽ വ്യാപകമായി വിറ്റഴിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക. കാരണം കുടിക്കുന്ന കള്ളെല്ലാം കള്ളല്ല, വിഷക്കള്ളാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ചന്ദ്രാപിനിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീറിന്റെ പശുവും പശുക്കുട്ടിയുമാണ് ചത്തത്. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലിന്റെ ആഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവ സ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. ഞാനായിട്ട് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരയത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു, പിന്നെ എനിറ്റില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട് 5 മാസമായ. ആ കുട്ടിക്ക് സംഭവിച്ചു. കുട്ടിയും പോയി. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. ഏകദേശം 25 വർഷമായി സുധീറിന്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. ഉപജീവനമാർഗമായിട്ടുള്ള വളർത്ത് പശുക്കൾ നഷ്ടപ്പെടുന്നതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉളവാകുന്നതാണ്. ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആണ് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ അലുവ തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്.
വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. TCV കയ്പമംഗലം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണിയുമായി UDF സർക്കാർ. തൃശൂർ റേഞ്ച് DIG-യെ T. നാരായണനെ നിയമിച്ചു. നേരത്തെ കണ്ണൂർ റേഞ്ച് DIG-യെ T. നാരായണനെ നിയമിച്ചിരുന്നു. നാരായണൻ അസൗകര്യം അറിയിച്ചതോടെ ഇക്കാര്യം പരിഗണിച്ചാണ് മാറ്റം. തൃശൂർ റേഞ്ചിലേക്ക് മാറ്റിയ തിരുവനന്തപുരം കമ്മീഷണർ K. കാർത്തിക്കും അതൃപ്തി അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കണ്ണൂർ റേഞ്ച് DIG-യെ കാർത്തിക്കിനെ നിയമിച്ചു. സതീഷ് ബിനോ ആഭ്യന്തര സുരക്ഷാ വിഭാഗം DIG-യാകും. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയായ പുട്ട വിമലാദിത്യയെ ഉത്തരമേഖല IG-യായും നിയമിച്ചു. ഡോക്ടർ KJ റീനയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ CEO ഫാദർ ജോയ് കുത്തൂർ. നേരത്തെ തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KJ റീന രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുകയും ആരോഗ്യമേഖലയിൽ സന്നദ്ധ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ നിയമം ദുരുപയോഗിച്ചുവെന്നും ഫാദർ ജോയ് കുറ്റപ്പെടുത്തി. കിടപ്പ് രോഗികൾക്ക് വേണ്ടി സൗജന്യമായി പ്രവർത്തിക്കുന്ന പല്ലിശ്ശേരിയിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി കോവിഡ് കാലത്ത് വല്ലച്ചിറയിലെ പ്രാദേശിക നേതാവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഡോക്ടർ KJ റീന പൂട്ടിച്ചതെന്ന് ഫാദർ ജോയ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ റീനയ്ക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഫാദർ ജോയ് പറഞ്ഞു. ശാന്തിഭവൻ പാലിയേറ്റീവ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റൊസാൽബ, വല്ലച്ചിറ പഞ്ചായത്ത് അംഗം ബെന്നി തെക്കിനിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെ സർക്കാർ കേന്ദ്രങ്ങളിൽ ജോലി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയൊക്കെയുണ്ട്. അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഡോക്ടറെ വിദൂരത്തേക്ക് ഈ സ്ഥലം മാറ്റിയപ്പോൾ ഇവര് ഭിന്നശേഷി കമ്മീഷണറുടെ അടുത്ത് പരാതി കൊടുത്തു. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അതൊക്കെ മാധ്യമങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അന്നത്തെ കാലത്ത്. അങ്ങനെ ഈ ഭിന്നശേഷിക്കാരിയെ ഡോക്ടർക്കെതിരെ തൃശൂർ DMO സ്വീകരിച്ച നടപടി അത് ക്യാൻസൽ ചെയ്ത് ഈ DMO ഡോക്ടർ റീനയ്ക്ക് ഇനി കൂടുതൽ പദവികളൊന്നും കൊടുക്കരുതെന്നുള്ള ശുപാർശ ഭിന്നശേഷി കമ്മീഷണർ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കയ്യിലിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡേഴ്സ് ഫോറം പ്രഥമ സംസ്ഥാന സമ്മേളനവും ദിനാഘോഷവും തൃശൂരിൽ സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം KGNU സംസ്ഥാന പ്രസിഡന്റ് KS സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. KGNAF സംസ്ഥാന പ്രസിഡന്റ് റാഫേൽ മരോട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. KGNAF രക്ഷാധികാരി ബിജു K. കൊല്ലം, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് റെജി മാത്യു, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ റോഡുകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കരാർ കമ്പനിക്കെതിരെ LDF കൗൺസിലർമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. കരാർ കമ്പനിയായ ശിവാലയ റോഡ് നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്ന സാഹചര്യത്തിലാണ് LDF കൗൺസിലർമാർ രാപ്പകൽ സമരം ആരംഭിച്ചത്. പുല്ലൂറ്റ് കടവിൽ നടക്കുന്ന സമരം നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. PN രാമദാസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, KK രാധാകൃഷ്ണൻ, KM രതീഷ്, റസോജ ഹരിദാസ്, KK ഹാഷിഖ്, PN വിനയചന്ദ്രൻ, CR ജിതിൻ എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് ഗുരുശ്രീ റോഡ്, TKS പുരം പടന്ന റോഡ്, കക്കമാടൻ തുരുത്ത് VK രാജൻ റോഡ്, ചന്തപ്പുര ഉഴവത്തുകടവ് റോഡിന്റെ തുടക്കഭാഗം എന്നിവയാണ് കരാർ കമ്പനി ടെൻഡർ എടുത്തിട്ടും നിർമ്മാണം നടത്താതിരിക്കുന്നത്. നവമണലൂർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനു വേണ്ടി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. എളവള്ളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നിലവിലെ പദ്ധതികളുടെ അവലോകനവും പുതിയ പദ്ധതികളുടെ ചർച്ചയും നടന്നു. ഓരോ പഞ്ചായത്തിലെയും റോഡുകളെക്കുറിച്ചും സമഗ്രമായ മാസ്റ്റർ പ്ലാൻ മണ്ഡലത്തിൽ തുടർന്ന് തയ്യാറാക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP സജീബ്, മിനി മോഹൻദാസ്, ഡോക്ടർ ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, സിജി മോഹൻദാസ്, സിനി പ്രസാദ്, CL ജോൺസൺ, IK സുധീഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ ആരാധകരുടെ ഇഷ്ട ടീമുകളിലൊന്നായ പോർച്ചുഗൽ ആദ്യ പോരാട്ടത്തിനൊരുങ്ങുന്നു. രാത്രി 10:30 ഹൂസ്റ്റണിൽ തുടങ്ങുന്ന മത്സരത്തിൽ കോങ്കോയാണ് എതിരാളികൾ. പോർച്ചുഗലിനായി 6ാം ലോകകപ്പിൽ ബൂട്ട് കിട്ടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയിലാണ് എല്ലാ കണ്ണുകളും. കോങ്കോയാകട്ടെ 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകകപ്പിൽ കളിക്കുന്നത്. അർദ്ധരാത്രി 1:30 നടക്കുന്ന ഇംഗ്ലണ്ട് ക്രൊയേഷ്യ സൂപ്പർ പോരാട്ടവും ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഹാരി കെയ്ൻ നയിക്കുന്ന ഇംഗ്ലണ്ടിന് കനത്ത വെല്ലുവിളിയാണ് വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ച് ഉൾപ്പെടുന്ന ക്രൊയേഷ്യ ഉയർത്തുന്നത്. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്ന് അർജന്റീനയും ഫ്രാൻസും.
എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന അൾജീരിയയെ തകർത്തപ്പോൾ സെനഗലിനെതിരെ 3-1 ജയത്തോടെ ഫ്രാൻസും വരവറിയിച്ചു. Messi flying forward. Leo Messi! ലോകകപ്പിൽ കിരീടം നിലനിർത്താനിറങ്ങിയ അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് ലഭിച്ചത്. കാൻസാസ് സിറ്റിയിലെ ആരോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീന എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. കളിയുടെ 17, 60, 76 മിനിറ്റുകളിലായിരുന്നു മെസ്സി സ്കോർ ചെയ്തത്. മെസ്സിയുടെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഹാട്രിക്കാണിത്. ഈ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യ പുരുഷതാരമെന്ന റെക്കോർഡും 38-കാരനായ മെസ്സി സ്വന്തമാക്കി. 200-ാം അന്താരാഷ്ട്ര മത്സരത്തിനിറങ്ങിയ മെസ്സി ഹാട്രിക് തികച്ച് ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡിനൊപ്പമെത്തി. 16 ഗോളുകളാണ് ഇരുവരുടെയും പേരിലുള്ളത്. അതേസമയം മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും തുടക്കം മോശമാക്കിയില്ല. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളിൽ സെനഗലിനെ 3-1 ഫ്രാൻസ് വീഴ്ത്തി. ഇരട്ട ഗോളോടെ ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ താരമായി എംബാപ്പെ മാറി. ലോകകപ്പിൽ താരത്തിന്റെ ഗോളുകളുടെ എണ്ണം 14 ഉയർന്നു. സ്പോർട്സ് ഡെസ്ക് TCV. ചാലിശ്ശേരിയിൽ 10 അടി ഉയരമുള്ള ഭീമൻ ട്രിയോണ്ട ഫുട്ബോൾ ഒരുങ്ങുന്നു. ചാലിശ്ശേരി സ്വദേശി ഷൈജുവിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ഒരു സ്വകാര്യ മാളിലെ പ്രദർശനത്തിനാണ് കലാസൃഷ്ടി തയ്യാറാക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും വലുത് നമ്മൾ തീരെ ചെയ്തിട്ടില്ല, ആശാനം ചെയ്തിട്ടില്ല. ഇത് ടോട്ടല് 10 അടി ഉണ്ട്. ഇത് മെറ്റീരിയൽ നമ്മൾ ഇരുമ്പ് സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ്. ഒരു വെൽഡ് ചെയ്തിട്ട് ഷേപ്പാക്കി ഒരു പോളിഫോം ആയിട്ട് കവർ ചെയ്തിട്ടാണ് പുട്ടിയിട്ട് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ വിനയിൽ ഒട്ടിക്കുന്നത്. ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. അത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ രൂപവും ഡിസൈനും അതേപടി പകർത്തുന്ന രീതിയിലാണ് നിർമ്മാണം. ലോകകപ്പ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഈ ദൃശ്യവിസ്മയം ഫുട്ബോൾ ആരാധകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. TCV കുന്നംകുളം. ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. 3 ആതിഥേയ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ട്രൈ, സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നതാണ് ട്രിയോണ്ട എന്ന പേര്. US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന നീല, ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള തിരമാലകളുടെ ഡിസൈൻ പന്തിലുണ്ട്. നക്ഷത്രങ്ങൾ, മേപ്പിളില, കഴുകൻ തുടങ്ങിയ ചിഹ്നങ്ങളും 3 രാജ്യങ്ങൾക്കുമായി പന്തിൽ ചേർത്തിട്ടുണ്ട്. 4 പാനലുകൾ ചേർത്തുള്ള നിർമ്മാണമാണ് ട്രിയോണ്ടയുടെ പ്രധാന സവിശേഷത. ചൂടുപയോഗിച്ച് ബന്ധിപ്പിച്ച 4 വലിയ പോളിയൂറിത്തിൻ പാനലുകൾ മാത്രമാണ് ട്രിയോണ്ടയിൽ. ഈ പന്തിൽ തുന്നലുകളില്ല. ഇതുവഴി പന്തിന് കൂടുതൽ മിനുസവും കൃത്യമായ ഗോളാകൃതിയും ലഭിക്കുന്നു. വായുവിലെ ചലനങ്ങളിലുണ്ടാകുന്ന അസ്ഥിരത ഒഴിവാക്കാനും പാസുകളിലും ലോങ് ബോളുകളിലും ഷോട്ടുകളിലും കൃത്യതയാർന്ന സഞ്ചാരപാത ഉറപ്പാക്കാനും പന്തിന് സാധിക്കുമെന്നാണ് നിർമ്മാതാക്കളായ അഡിഡാസിന്റെ അവകാശവാദം. പാനലുകൾ പരസ്പരം ഒട്ടിച്ചെടുക്കുന്നതിനാൽ വെള്ളം പന്തിനുള്ളിൽ കടക്കില്ല. കളിക്കാർക്ക് പന്തിന്മേൽ മികച്ച ഗ്രിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. കളിക്കാർക്ക് മികച്ച സ്പിന്നും നിയന്ത്രണവും കിട്ടും. പ്രത്യേക ഡിസൈൻ പന്തിനു ചുറ്റുമുള്ള വായുപ്രവാഹത്തെ സ്ഥിരപ്പെടുത്തുകയും സ്പിൻ നൽകുമ്പോൾ വളഞ്ഞു പോകാനുള്ള കഴിവ് നിലനിർത്തുകയും ചെയ്യുന്നു. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസർ സെക്കൻഡിൽ 500 തവണ എന്ന കണക്കിൽ പന്തിന്റെ ചലനങ്ങൾ രേഖപ്പെടുത്തും. പന്തിന്റെ സ്ഥാനം, വേഗം, സ്പർശനം എന്നിവ സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ സെൻസർ കൈമാറും. ഈ ഡാറ്റ ഫിഫയുടെ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് സിസ്റ്റവുമായും വാർ സാങ്കേതിക വിദ്യയുമായും സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓഫ് സൈഡ്, ഹാൻഡ്ബോൾ, മറ്റ് തർക്കവിഷയങ്ങൾ എന്നിവയിൽ വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ റഫറിമാരെ സഹായിക്കും. സ്പോർട്സ് ഡെസ്ക് TCV. മറ്റു വാർത്തകളിലേക്ക്. സെൻസസ് പ്രക്രിയയുടെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പരിപാടിയുടെ കൊടുങ്ങല്ലൂർ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സെക്രട്ടറി ലിൻസ് ഡേവിസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, KK ഹാഷിഖ്, രാമദാസ് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ കേരളം തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്നും അദ്ദേഹം അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും
ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇടത് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു. നിലപാട് നിശ്ചയിക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ BJP ഇതര സംസ്ഥാനങ്ങളുമായി ഒരുമിച്ച് നീങ്ങും. കരിക്കുലത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കി മുന്നോട്ടു പോകും. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ മുൻ സർക്കാർ കത്ത് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ വായനാ വാരാഘോഷവും മനഃശാസ്ത്ര സെമിനാറും ശനി തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന വായനാ വാരാഘോഷം സാഹിത്യകാരൻ E. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വെറ്റിനറി സർവകലാശാല മുൻ ലൈബ്രറിയൻ ഡോക്ടർ E.K. മോഹൻലാൽ PN പണിക്കർ അനുസ്മരണം നടത്തും. തിങ്കളാഴ്ച നടക്കുന്ന വായനയും മനഃശാസ്ത്രവും എന്ന സെമിനാറിന് ഡോക്ടർ P.K. പ്രീതി മേനോൻ, പ്രൊഫസർ A.P. ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകും. അമല മെഡിക്കൽ കോളേജ് ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ A.T. ഫ്രാൻസിസ്, PRO ജോസഫ് വർഗീസ്, മെഡിക്കൽ സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പർ ഡോൺ തോമസ്, സീനിയർ ലൈബ്രറിയൻ ഗ്ലാഡിസ് ജോർജ് C, ജനറൽ മാനേജർ ബോർജിയോ ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് കേണൽ NS ദയാലൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തൃശൂരിൽ തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 10 വിഭാഗങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 350 പരം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മത്സരങ്ങൾക്കുള്ള കേരള ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്നും തെരഞ്ഞെടുക്കും. 21-നാണ് ഫൈനൽ. ഇന്ധനവില വർധനയ്ക്കെതിരെ RSP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഗ്യാസ് കുറ്റിയും ചൂട്ടുകട്ടയും ചുമന്നുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം MS പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MP ജോബി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി P ശശിധരൻ, കുര്യൻ ജോസഫ്, KM അനിൽകുമാർ, ജോണി, അഡ്വക്കേറ്റ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് തനിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം സ്വദേശി കളപ്പറമ്പത്ത് വീട്ടിൽ 65 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ബന്ധുക്കൾ ഫോൺ വിളിച്ച് കിട്ടാതായതോടെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചകത്ത് കടന്നു നോക്കിയപ്പോഴാണ് കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അഡാപ്റ്റ് സൊസൈറ്റിയിൽ നിന്നും DTP പരിശീലനം പൂർത്തീകരിച്ച ഭിന്നശേഷി കുട്ടികൾക്ക് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കമ്പ്യൂട്ടറിന് പുറമെ പാചക പരിശീലനം, പൂന്തോട്ട പരിപാലനം, തയ്യൽ, ഫാഷൻ ഡിസൈനിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ്, കുടനിർമ്മാണം എന്നീ തൊഴിലധിഷ്ഠിത പരിശീലനവും ഇവിടെ നൽകി വരുന്നുണ്ട്. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J. ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു മുഖ്യാതിഥിയായിരുന്നു. വേളുക്കര പഞ്ചായത്ത് മെമ്പർ രേണുക സജി, വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പ്രിൻസിപ്പൽ KP അനിൽ, MPTA പ്രസിഡന്റ് സനിജ സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ദീക്ഷാരംഭ് എന്ന പേരിൽ സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, ഫാദർ സിബിൻ വാഴപ്പള്ളി, വാർഡംഗം സ്മിത മനോജ്, ഡോക്ടർ MB ഷീബ, PTA പ്രസിഡന്റ് K. മനോഹരൻ എന്നിവർ സംസാരിച്ചു. CPM നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം നെല്ലായി പന്തല്ലൂരിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സംയോജിത കൃഷി സാങ്കേതിക സമിതി ജില്ലാ ചെയർമാൻ M. ബാലാജി, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ സാങ്കേതിക സമിതി കൺവീനർ K. രാഗേഷ്, KJ ഡിക്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കാട്ടുകര ബത്ലഹേം കോൺവെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് കായിക ആവേശത്തിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി. 1 മില്യൺ തൂഫാൻ ഗോൾസ് ആൻഡ് വേൾഡ് കപ്പ് പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ ബിനോ ജോർജ് നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗ്നസ് ആൻഡോ, കായിക അധ്യാപിക ബിൻസി തോമസ്, സ്കൂൾ ഫുട്ബോൾ കോച്ച് സ്റ്റാൻലി, PTA പ്രസിഡന്റ് പ്രേംദാസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്.
സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. കേരളം കണ്ട ഏറ്റവും വലിയ അവസാനവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി VD സതീശനെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം. ജില്ലയിൽ സംഘടനയെ നയിക്കാൻ പൊതു നേതൃനിര എത്തിയേക്കും. പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. 35 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ പിടികൂടിയത് സാഹസികമായി. ചാവക്കാട് മേഖലയിൽ വിറ്റഴിക്കാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ. വടക്കാഞ്ചേരിയിൽ എത്ര കെഞ്ചിയിട്ടും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ സ്വകാര്യ ബസ് കണ്ടക്ടർ. നിരാശയോടെ കൈകൂപ്പി വിദ്യാർത്ഥി. ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് AASF. ജില്ലയിൽ വ്യാജക്കള്ളൊഴുകുന്നു. രാസവസ്തു കലർത്തിയ കള്ള് വിറ്റ ഷാപ്പിനെതിരെ നടപടിയില്ല. കള്ളിൽ കലർത്തിയത് മാരക രാസവസ്തുവായ ഫിനോഫ്തലിൻ. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കിയ സമയത്താണ് ഇടിമിന്നലേറ്റത്. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്ന അർജന്റീനയും ഫ്രാൻസും. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന അൾജീരിയയെ തകർത്തു. വരവറിയിച്ച് ഫ്രാൻസും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.